2025 പുറത്തിറങ്ങിയ മൂവിയാണ് വിമൻ ഇൻ ദ യാർഡ്. ഇതൊരു സസ്പെൻസ് ഹൊറർ ത്രില്ലറാണ്. സാധാരണ നമ്മൾ ഹൊറർ മൂവീസ് കാണുന്നത് രാത്രി സമയത്താണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ വഴി തെറ്റിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പം അവരെഴുന്നേറ്റ് പൊയ്ക്കോളും. ഇന്ന് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ മക്കളെ സമാധാനിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ആനി ഇപ്പോൾ നന്നായിട്ട് പേടിക്കുന്നത് കൊണ്ട് തന്നെ നിനക്ക് ഞാനിപ്പോൾ ഐസ്ക്രീം തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവാണ്. ഇതെല്ലാം കണ്ടിട്ട് നമ്മളുടെ ടൈലറിനാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു കാര്യം അമ്മ അവരിൽ നിന്ന് മറയ്ക്കുന്നത് പോലെ അവന് ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, പരിചയമില്ലാത്ത ഒരു സ്ത്രീ ഇങ്ങനെ പേടിക്കുന്നത് നമ്മൾ എല്ലാ ഡോറും നന്നായിട്ട് തന്നെ ലോക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മളുടെ ഹീറോയിൻ പറയുന്നതും ആനി പെട്ടെന്ന് വന്നിട്ട് പറയുന്നുണ്ട്, ദേ ആ ഒരു സ്ത്രീ കുറച്ചുകൂടി അടുത്ത് വന്നിട്ടുണ്ട് എന്ന് പറയുന്നതും. അങ്ങനെ അവർ നോക്കുമ്പോഴാണ് ശരിയാണ്, അവൾ നേരത്തെ ഇരുന്ന സ്ഥലത്തല്ല, അവൾ കുറച്ചും കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നവർ ശ്രദ്ധിക്കുന്നത്. ഇത് കാണുമ്പോഴത്തേക്കും അവർ നന്നായിട്ട് പേടിക്കുന്നുണ്ട്. ഇതേ സമയം പുള്ളിയിലിരിക്കുന്ന ആ ഒരു സ്ത്രീയില്ല. അങ്ങനെ നമ്മളുടെ ഹീറോയിൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി നമ്മളുടെ നായയെ നോക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു നായയെ അവിടെ കാണാനില്ല. അങ്ങനെ നോക്കുമ്പോൾ ആ നായയുടെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ഒരു തൊടലുണ്ടല്ലോ, അത് മാത്രം അവിടെ കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ കുറച്ചുകൂടെ അടുത്ത് വന്ന് നമ്മളുടെ നായയുടെ പേര് വിളിക്കുന്നുണ്ടെങ്കിലും യാതൊരു തരത്തിലുള്ളൊരു റെസ്പോണ്ടും ഉണ്ടാവുന്നില്ല. അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് അവിടെ കിടക്കുന്ന ആ ഒരു നായയുടെ തൊടൽ പകുതി കഴിഞ്ഞ് മണ്ണിനടിയിലേക്കാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ അവൾ ആ ഒരു തൊടലിൽ പിടിച്ച് വലിച്ച് പൊക്കിയെടുക്കുന്നുണ്ടെങ്കിലും അത് പകുതിക്ക് അവളുടെ കയ്യിൽ ഒരു കത്തി പിടിച്ചിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ടൈലർ പറയും, അമ്മ എന്തായാലും നമുക്ക് നമ്മുടെ അയൽക്കാരുടെ അടുത്തേക്ക് പോയാലോ, ഇവിടുന്ന് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, അവിടെ ചെന്നിട്ട് നമുക്ക് പോലീസിനെ വിളിക്കാം. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഹേയ് എൻ്റെ കാല് വയ്യാത്തിരിക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് വണ്ടി ഓടിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ടൈലർ പറയും, ഏയ് അതിന് കുഴപ്പമില്ല, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഹീറോയിൻ പറയും, ഹേയ് നോ, അത് അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ടൈലർ പറയുന്നുണ്ട്, എന്നാൽ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, ഞാൻ അവിടേക്ക് നടന്നു ചെന്നിട്ട് ആരോടെങ്കിലും സഹായം ചോദിക്കാം. ഹേയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ അവിടെ ഒന്ന് അടങ്ങിയിരിക്കും എന്ന് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്. ടൈലർ വിചാരിക്കുന്നത് ഇത്രയും സഹായം ചെയ്യാൻ നോക്കിയിട്ടും അമ്മ എന്താണ് അതിനെല്ലാം നോ പറയുന്നത്. അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞിട്ട് അവനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ കയ്യിലുള്ള ഒരു ബോൾ എടുത്തിട്ട് ഭിത്തിയിലെറിഞ്ഞ് ക്യാച്ച് ചെയ്യുകയാണ്. പെട്ടെന്നുള്ള ഈ ഒരു സൗണ്ട് റിപ്പീറ്റായിട്ട് കേട്ട് നമ്മുടെ ഹീറോയിന് ദേഷ്യം വന്നിട്ട് അവളാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് സൈഡിലായിട്ട് എന്തോ ഒരു ഡ്രോയിങ് ഉണ്ട്. ആ ഒരു ഡ്രോയിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുറത്തിരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവർ തുണിയിട്ട് മൂടിയേക്കാണല്ലോ, അതുപോലെ എന്തോ ഇട്ട് മൂടിയ പോലുള്ളൊരു ഡ്രോയിങ് ആണ് ഈ അകത്തിരിക്കുന്ന ഡ്രോയിങ് എന്ന് പറയുന്നത്. ഈ സമയം ട്രെയിലറാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ആദ്യം തന്നെ നോക്കുന്നത് അവൻ്റെ നായയാണ്. അവൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നായയെ അവിടെ എങ്ങും തന്നെ കാണുന്നില്ല. അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്ലഡ് കിടക്കുന്നുണ്ട്. മാത്രമല്ല അവൻ്റെ കോഴികളെല്ലാം ചത്ത് കിടക്കുന്നു. ഇതെല്ലാം കണ്ട് പേടിച്ചിട്ട് ആണ് ആ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവളുടെ ഭർത്താവ് മരിക്കുന്നതും. ഇപ്പോൾ ആ ഒരു ആക്സിഡൻറ്റ് കാരണക്കാരി താനാണെന്നാണ് ഹീറോയിൻ പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ടൈലറിനോട് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്, ഞാനൊരു തെറ്റ് ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡിപ്രസ്ഡ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അച്ഛൻ നല്ലൊരു വ്യക്തി തന്നെയായിരുന്നു, ഞാനാണ് ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വെളിയിൽ ആ ഒരു സ്ത്രീ അവിടുന്ന് പതുക്കെ മുന്നിലേക്ക് വരികയാണ്. അവർ മുന്നിലേക്ക് വരുമ്പോൾ അവരുടെ ആ ഒരു നിഴലുണ്ടെങ്കിൽ വളരെ വലുതായിട്ട് ആ ഒരു വീട് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ അവരുടെ ആ ഒരു നിഴൽ ഇപ്പോൾ വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരിതെല്ലാം കണ്ട് പേടിച്ചിരിക്കുകയാണ്. ഇനി ആ ഒരു നിഴൽ എപ്പോഴാണ് ഇവരെ ആക്രമിക്കാനായിട്ട് ഇതിനുള്ളിലേക്ക് വരുന്നത് എന്നൊക്കെ ഓർത്ത് ഇവർ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അവിടെ എല്ലാം തന്നെ ഇരുട്ടായിട്ടുണ്ട്. പകൽ ഇത്ര ഇരുട്ടാണെന്നുണ്ടെങ്കിൽ രാത്രിയിൽ എന്താകുമെന്ന് പറയണ്ടല്ലോ, നന്നായിട്ട് പേടിച്ചു പോകും. അങ്ങനെ ഇവർ ഭയന്ന് നിൽക്കുമ്പോഴാണ് ആ ഒരു റൂമിൻ്റെ ഡോറ് ആരോ തുറക്കാൻ ശ്രമിക്കുന്ന പോലെ കേൾക്കുന്നുണ്ട്. മാത്രമല്ല രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല പേടിയല്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു റൂമിൽ എന്തോ ഒരു നിഴൽ ഇവർ കണ്ടത്. ടൈലർ അവിടേക്ക് ലൈറ്റ് അടിക്കുന്നതും പെട്ടെന്നാണെങ്കിൽ പുറത്ത് ആ ഒരു നിന്നെ ഷൂട്ട് ചെയ്യും എന്ന് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു സ്ത്രീ പറയുന്നുണ്ട്, അതെ അങ്ങനെ തന്നെ ചെയ്യും, നീ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നീ അതുപോലെ ചെയ്യുന്നത് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ നീ ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്, നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോഴാണ് നമ്മളെ കാണിച്ചു തരുന്നത് ഹീറോയിൻ രാവിലെ എനിക്ക് നല്ല ശക്തി തരണം, എനിക്ക് നല്ല ധൈര്യം തരണം എന്നെല്ലാം പറഞ്ഞിട്ടാണ് നമ്മുടെ ഹീറോയിൻ രാവിലെ എഴുന്നേൽക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നത്.
മാത്രമല്ല അവളുടെ ഭർത്താവിൻ്റെ റൂമിലുള്ള ആ ഒരു ഷെൽഫ് അത് നോക്കിയിട്ടാണ് ഇവളിങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ആ ഒരു ഷെൽഫിലായിരുന്നു ആ ഒരു തോക്ക് ഉണ്ടാവുക. ബാക്കിയുള്ള ബുള്ളറ്റ്സ് എല്ലാം തന്നെ മാറ്റി വെച്ചിട്ട് ഒരേ ഒരു ബുള്ളറ്റ് മാത്രം അതിൽ ലോഡ് ചെയ്ത് വെക്കുന്നത് നമ്മളുടെ ഹീറോയിനാണ്. കാരണം ഇപ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ മരണ കാരണം ഇവളാണ്. അതുകൊണ്ട് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവളിങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാം തന്നെ ഈ ഒരു സ്ത്രീ പറഞ്ഞിട്ട്, നീ എന്നും രാവിലെ എഴുന്നേറ്റ് എനിക്ക് ധൈര്യം തരണം എന്ന് നീ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നിനക്കൊരിക്കലും എഴുന്നേറ്റ് നടക്കാൻ വേണ്ടിയിട്ടല്ല, സ്വയം നിനക്ക് മരിക്കാൻ വേണ്ടിയിട്ട്. കാരണം അതിന് നിനക്ക് മനസ്സിന് ധൈര്യമില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് നീ ഇന്നും രാവിലെ എഴുന്നേറ്റ് എനിക്ക് മരിക്കാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം തരണം എന്ന് നീ പറയുന്നുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ വേറെ ആരുമല്ല, ഞാൻ നിൻ്റെ മനസ്സിനുള്ളിലെ മറ്റൊരു ഭാഗമാണ്. നിൻ്റെ ആ ഒരു ആഗ്രഹം നിറവേറ്റാനാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ നമ്മളുടെ ഹീറോയിൻ പറയും, ഇല്ല, അതൊരിക്കലും ശരിയാവില്ല, എനിക്ക് കുട്ടികളുണ്ട്, എനിക്ക് അവരുടെ കൂടെ ജീവിക്കണം എന്ന് നമ്മുടെ ഹീറോയിൻ പറയുമ്പോൾ ആ ഒരു സ്ത്രീ പറയും, അല്ല, അതിനുള്ള സമയം എല്ലാം കഴിഞ്ഞുപോയി, ഇന്നാണ് ആ ഒരു ദിവസം. ഇതെല്ലാം തന്നെ കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ മനസ്സെല്ലാം മാറിയിട്ട്, അപ്പോൾ എൻ്റെ കുട്ടികൾ എന്നങ്ങനെ നമ്മുടെ ഹീറോയിൻ ചിന്തിച്ച് നിൽക്കുമ്പോൾ ആ ഒരു സ്ത്രീയുടെ കയ്യിൽ ഒരു ലൈറ്റർ ഉണ്ട്, പേര് എഴുതിയിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീട് നമ്മളുടെ ഹീറോയിൻ്റെ വീട് തന്നെയാണ്. ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത് മറ്റാരുമല്ല, നമ്മളുടെ ഹീറോയിൻ്റെ ഉള്ളിലുള്ള മറ്റൊരു ഹീറോയിൻ്റെ വേർഷനാണ് അത്. അതായത് അവളുടെ മറ്റൊരു മനസ്സ്, അവളുടെ ചിന്ത അത്. കാരണം അവളുടെ ഭർത്താവ് മരിച്ചു, ഇനി ഡിപ്രഷനിലായിട്ട് അവൾക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല, അവളുടെ കുട്ടികളെയും അവൾക്ക് നോക്കാൻ കഴിയില്ല. ആ ഒരു സിറ്റുവേഷനിൽ അവൾ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങൾ, ആ കാര്യങ്ങളാണ് ആ ഒരവസ്ഥയിൽ അവളുടെ മറ്റൊരു ഭാഗം അവളെ കൊല്ലാനായിട്ട് ഇവിടേക്ക് വരുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് അവൾ ഇതെല്ലാം തന്നെ ഇമാജിൻ ചെയ്തതും കണ്ടത്. കാരണം തൻ്റെ ഭർത്താവ് മരിക്കാനുള്ള കാരണം താനാണെന്നും ഒരിക്കലും ഇനി അയാളില്ലാതെ മുന്നോട്ട് ജീവിക്കാനും പറ്റില്ല എന്നൊക്കെയുള്ള അവളുടെ ഒരു ഗിൽറ്റി ഫീലിങ്ങിനാണ് അവളുടെ വേറൊരു വേഷൻ പുറത്തേക്ക് വന്നതും അവളെ കൊണ്ട് ഇത്രയൊക്കെ ചിന്തിപ്പിച്ചത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൻ്റെ കുട്ടികളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ള ഒരു വിചാരം ഉള്ളത് കൊണ്ട് തന്നെ അവളുടെ ഉള്ളിലുള്ള മറ്റൊരു അവളിപ്പോൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി. അങ്ങനെ ഇതോടുകൂടി ഈ ഒരു മൂവി ഇവൾ അവസാനിക്കുന്നതായിട്ട് കാണിക്കുകയാണ്.